തലസ്ഥാന നഗരസഭയിൽ ഒറ്റ വോട്ട് കൊണ്ട് കോൺഗ്രസ് വിമതൻ സുധീഷിന് വമ്പൻ ലോട്ടറി. സുഗതൻ എന്ന BJP കൗൺസിലറെ രക്ഷിച്ചെടുക്കാനുള്ള BJP രക്ഷാദൗത്യത്തിന് ഒപ്പം നിന്നതിന് പാരിതോഷികം 1/2 കോടി എന്ന് സൂചന. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒറ്റ ഡീലിന് സഹായിച്ചാൽ സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ സ്വപ്നം കാണാത്ത രീതിയിലുള്ള പ്രയോജനമുണ്ടാകുമെന്നായിരുന്നു വാഗ്ദാനം. അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ നഗരസഭയിൽ നടന്ന പ്രത്യേക കൗൺസിലിൽ സുഗതന്റെ അവധിയിൽ കൗൺസിലിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അങ്ങനെയാണ് പൗണ്ട് കടവിലെ കോൺഗ്രസ് വിമതനായിട്ടുള്ള കൗൺസിലർ സുധീഷിനെ ചാക്കുമായി BJP കാണാനെത്തിയത്. ഡീൽ ഉറപ്പിച്ചു. അതിനുശേഷം നിന്ന നിപ്പിൽ സുധീഷ് പറഞ്ഞ വാചകങ്ങൾ നാട് ശ്രദ്ധിക്കണം. സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സുഗതന്റെ കാര്യത്തിൽ ഒരു പിന്തുണ നൽകാൻ തീരുമാനിച്ചത്? ഇപ്പൊ ഒരുപാട് പ്രാവശ്യമായി. ഇപ്പൊ സുഗതന് മുന്നോട്ട് കുറിക്കേണ്ട കാര്യം വെച്ചാൽ അയാൾ ഒരു കൗൺസിലറാണ്. കൗൺസിലർ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഒരുപാടുണ്ട്. ആ അവകാശങ്ങൾക്കൊപ്പം ഒരു ലീവ് ആപ്ലിക്കേഷൻ കൂടെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാണ് ഞാൻ സുഗതന് വ്യക്തിപരമായുള്ള പിന്തുണയാണോ അതോ BJPക്കുള്ള പിന്തുണ? സുഗതന് വ്യക്തിപരമായ, സുഗതൻ ആസ് എ കൗൺസിലർ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഞാൻ പിന്തുണയ്ക്കേണ്ട. കേട്ടല്ലോ, ഒരു കോൺഗ്രസുകാരനായിരുന്ന സുധീഷിന് BJP കൗൺസിലറോടും BJPയുടെ ഭരണസമിതിയോടുള്ള കൂറും വിധേയത്വവും എത്ര ആഴത്തിലുള്ളതാണെന്ന് ആ പ്രതികരണം തെളിയിക്കുന്നില്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പണത്തിനുമേൽ പരുന്തും പറക്കാറില്ല. ആ നിലയ്ക്ക് ഇത്രയും വലിയ ഓഫർ ചിലപ്പോൾ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു കൗൺസിൽ അംഗം എന്നുള്ള നിലയ്ക്ക് 5 വർഷം പൂർത്തീകരിച്ചാൽ പോലും ഇങ്ങനെയുള്ള ഒരു നേട്ടം ഒരിക്കലും കൈവരിക്കാനും പറ്റില്ല. ജീവിതത്തിലേക്ക് വന്നു കയറുന്ന ഭാഗ്യദേവതയെ ആരെങ്കിലും ചവിട്ടിത്തെറിപ്പിക്കാൻ തയ്യാറാകൂ? ഇല്ല. ഒന്ന് കണ്ടടച്ചു കൊടുത്താൽ അതോടുകൂടി ലഭിക്കുന്നത് ബമ്പർ ലോട്ടറിയാണ്. ആ ബമ്പർ ലോട്ടറി ഇന്ന് ഒറ്റ വോട്ട് കൊണ്ട് സുധീഷ് നേടിയെടുത്തു, സുധീഷിന് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നത് BJPക്കകത്തുള്ളവരാണ്. വിമതനുമായി അവർ എങ്ങനെ നീക്കുപോക്കുണ്ടാക്കി എന്നതിനെ സംബന്ധിച്ചുള്ള ചില BJP നേതാക്കന്മാരുടെ കമന്റ് തന്നെ പണത്തിനുമേൽ പരുന്തും പറക്കില്ലല്ലോ എന്നാണ്. ആ നിലയ്ക്കാണ് സുധീഷ് എന്ന പൗണ്ട് കടവിലെ UDF വിമത കൗൺസിലറായിട്ടുള്ള വ്യക്തിക്ക് നഗരസഭയിൽ സുഗതന്റെ അയോഗ്യത ഒഴിവാക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ തലവര മാറിയത്. രാജ്യത്താകമാനം പലയിടങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കാൻ പണാധിപത്യം BJP പയറ്റുന്നത് കേവലം ഒരു നഗരസഭാ ഭരണം പ്രതിസന്ധി ഒഴിവാക്കാൻ BJP പയറ്റിയിരിക്കുകയാണ്. ആ സൈക്കോളജിക്കൽ മൂവിൽ പൗണ്ട് കടവിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത കോൺഗ്രസ് മനോഭാവമുള്ള വ്യക്തി, അദ്ദേഹത്തിന് പൊടുന്നനെ BJPയോട് സ്നേഹവും വാത്സല്യവും തോന്നിയെങ്കിൽ എന്തായിരിക്കും ആ മനംമാറ്റത്തിന് കാരണമെന്ന് ആർക്കും ആലോചിക്കാവുന്നതാണ്. പണം കിട്ടിയോ ഇല്ലയോ എന്ന് ഔദ്യോഗികമായി ആരും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അടക്കം പറച്ചിലൂടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് നടന്നത് വമ്പൻ ഡീലെന്ന്.